ആ നിസ്കാരത്തിന്റെ പ്രത്യേകത ഏതാ? എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണോ? ആ നിസ്കരിക്കണമെങ്കിൽ പടച്ച റബ്ബേ, ഭാഗ്യവാന്മാർക്കല്ലാതെ അത് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ കൈപൊക്കിയവരുടെ മഹത്വം എന്തെന്നറിയോ? അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ആ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ. എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റൂല. കാരണം പകല് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ എല്ലാവരും കാണും, എല്ലാവരും അറിയും. എന്നാ ആ 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച അല്ലാഹു വല്ലാതെ ആരും അറിയില്ല. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയണമെന്നില്ല. വല്ലാത്ത പ്രതിഫലമാടോ, വല്ലാത്ത പ്രതിഫലമാടോ. കൈപൊക്കിയ സഹോദരാ, നിന്നെ ഈ ലോകത്തിന്റെ അധിപനായി പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് മോനെ. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? അല്ലാഹു സ്നേഹിച്ചാ പിന്നെ നിനക്ക് എന്ത് വേണം മോനെ? സർവ്വതും ലഭിച്ചില്ലേ? സർവ്വതും ലഭിച്ചില്ലേ? അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകടത്തിന് രണ്ടാമതും ഊതുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് യാ വൈലത്താ യാ ഹസ്റത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എല്ലാവരും പേടിച്ച് തലതാട്ടി പിടിച്ചിരിക്കുകയാണ്. ആ പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ 2 വിഭാഗത്തിലൊരു വിഭാഗം ആരെന്നറിയുമോ? പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച വാപ്പാ ഉമ്മമാരേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന പെങ്ങള്, ഇന്ന് വീട്ടുകാരും നാട്ടുകാരും നീ നിസ്കരിക്കുന്നത് ആരും അറിഞ്ഞില്ല. എന്നാ ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും പടച്ചവനെ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും യഹ്യാ നബിയും ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാര്, അവരുടെ അനുയായികൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കളും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ മക്കള്, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, കോടാരി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പിടിച്ചു വിറച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുമ്പോ തല ഉയർത്തി വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ആ പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിനെ ഓർത്തവരാ. ആ പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തവരാ. അവര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് തല ഉയർത്തിപ്പിടിച്ചാണ് കടന്നു വരുന്നത്. റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിയുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിച്ചവര്, പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തവര്, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ അവിടെ നിന്ന് പ്രയാസപ്പെടണ്ട, നിങ്ങൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ടവരല്ല. നിങ്ങൾ അടുത്തേക്ക് വാ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് വാ. എന്നിട്ട് പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.
ഹിസാബ്. ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം. നിങ്ങൾ പൊക്കോ, നിങ്ങൾക്കിന്ന് വിചാരണയില്ല, നിങ്ങൾക്കിന്ന് ഹിസാബില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, സഹോദരാ, ഇതാണ് മോനെ പാതിരാത്രിയിലെ നിസ്കാരത്തിന്റെ മഹത്വമതാ. അതുകൊണ്ട് റമളാൻ വരികയാണ്, ഒരുങ്ങിക്കോ, തുടങ്ങിക്കോ മോനെ. ഈ നിസ്കാരം കൊണ്ട് നിനക്ക് വല്ലാത്ത പ്രതിഫലമാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ VIP പോലെ വിചാരണയില്ലാതെ കടന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്കണേ, സുജൂദുകൾ അധികരിപ്പിക്കണേ. ആ സുജൂദുകൾ അധികരിപ്പിച്ച നമുക്കുണ്ടാകുന്ന പ്രതിഫലമെന്തെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ച റബ്ബേ, നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതാ? ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മറകമില്ലാതെ അടുക്കുന്ന സമയമേതാ? അത് സുജൂദ് ചെയ്യുന്ന സമയമാ, അത് സുജൂദ് ചെയ്യുന്ന സമയമാ. ഓരോ മനുഷ്യനും സുജൂദ് ചെയ്യുമ്പോ ഇബ്ലീസ് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് കരയും. ഓരോ മനുഷ്യരും സുജൂദ് ചെയ്യുമ്പോ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. പടച്ചവനെ, ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പെരടിയിൽ വരികയാണ്, അവന്റെ പെരടിയിൽ വരികയാണ്. അവൻ സുജൂദിൽ കിടക്കുമ്പോൾ ആ പാപങ്ങൾ പൊടിഞ്ഞു വീഴുകയാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഅക്സിറു ദുആ, നിങ്ങൾ സുജൂദിൽ കിടന്ന് അധികമായിട്ട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യണം. സുജൂദിൽ കിടന്ന് ദുആ ചെയ്താൽ ആ ദുആ തള്ളപ്പെടില്ല. ഞാൻ ഉംറയ്ക്ക് പോയിട്ട് തവാഫ് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാനിങ്ങനെ സുജൂദ് കിടക്കുമ്പോ എന്റെ അടുത്ത് കിടന്നിട്ട് ഒരു മലയാളിയായ വാപ്പ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുന്നു, പടച്ചോനെ എന്റെ മോന്റെ കണ്ണുകൂടി മാറ്റണേ അല്ലാഹ്. കാരണം സുജൂദിലെ ദുആയിക്ക് ഇജാബത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് നോക്ക്. നബി തങ്ങൾ പറഞ്ഞു, ഒരു അടിമ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും അടുത്ത സമയം സുജൂദിന്റെ സമയമാണ്. അത്രയ്ക്കും ഇബ്ലീസ് കരയും. ഒരാൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇബ്ലീസ് വല്ലാതെ കരയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. നാളെ പരലോകത്ത് കടന്നു വരുമ്പോ തല ഉയർത്തി കടന്നു വരുന്ന ഒരു വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ തഹജ്ജുദ് നിസ്കരിച്ചവരാ. 2 പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു, നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ മനുഷ്യനാരാ? രണ്ടാമത്തെ ആളാരാ? ആരടോ? ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. നിങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിൻ എത്ര വർഷമായി? 27 വർഷം. ഞാൻ അതുകൊണ്ട് അത് വിചാരിച്ചത്. 27 കൊല്ലമായിട്ട് ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവർ അതിന് നമുക്ക് മടിയ. അതിനുപോലും നമുക്ക് നീ ഒരു മത്സരത്തിന് പോലും പങ്കെടുത്തിട്ടില്ല. ചങ്ങാതി, ഒരു മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ബാങ്ക് വിളിക്കാൻ പോലും പേടിയ. ചിലപ്പോ ഹയ്യാല ഫലായോ ഹയ്യാല സലാം തലതിരിച്ചു വിളിച്ചേക്കാം. അസലാത്ത് ഖൈറും മിനന്നൗം മറന്നുപോയേക്കാം. നമുക്ക് വല്ലാത്ത ബേജാറാ. നമ്മളൊരു മത്സരത്തിന് പോലും ബാങ്ക് വിളിക്കാനുള്ള ധൈര്യം നമ്മളിൽ പലർക്കുമില്ല. ബാങ്ക് വിളിക്കണം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ?
ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇസ്വാക്ക് പൈസയൊന്നുമല്ല, ചങ്ങാതിയൊന്നുമല്ല. എടോ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പള്ളിയിലെ മുഅദ്ദിനാണ്. അദ്ദേഹത്തെ പോലെ ഭാഗ്യവാൻ വേറെ ആരുമില്ല. അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും പള്ളിയിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് പള്ളിയിലെ ഖതീബാകാൻ ഭയങ്കര ടെസ്റ്റാ. പള്ളിയിലെ ഇമാമാകണമെങ്കിലും വല്ലാത്ത ടെസ്റ്റുകളൊക്കെയാണ്. കമ്മിറ്റിക്കാരൊക്കെ ഒരുങ്ങി കെട്ടിയിരുന്ന് ടെസ്റ്റ് നടത്തുന്ന കാരവ. ഓന് ഫാത്തിഹ പോലും ഓതാൻ അറിയത്തില്ല, അവൻ ആ ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിനോട് പറയും ഒന്ന് വരാൻ. ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഉള്ളവരും പറഞ്ഞേക്കാം. ഉസ്താദന്മാരെ ഇന്ന് ടെസ്റ്റ് ചെയ്യുകയാ. ഉസ്താദ് ഒരു വക്കത്ത് വന്നിട്ട് ഉസ്താദ് ഒന്ന് നിസ്കരിക്ക്. ഇവര് പുറകെ നിന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. എന്താ ടെസ്റ്റ് ചെയ്യാ എന്നാലോചിക്ക്. എനിക്ക് ഓർമ്മ വരുന്നു, പണ്ട് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് പള്ളിയിൽ ടെസ്റ്റ് നടത്തി മഗ്രിബ് നമസ്കാരത്തിന് ഒരു പ്രായമുള്ള ഉസ്താദ് വന്നു. അദ്ദേഹം മഗ്രിബിന് ഇമാമത്ത് നിന്നു. ഇമാമത്തെല്ലാം നിന്ന് കഴിഞ്ഞപ്പോ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, എങ്ങനെ എന്താപ്പാ? അൽഹംദുലില്ലാ, നല്ല ആളാ നിങ്ങള്, നല്ല പക്വതയുണ്ട്, നല്ല കഴിവുള്ള ആളാണ്, എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈണമില്ല. ഉസ്താദിന് കുഴപ്പമൊന്നുമില്ല, ഈണമില്ല. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഇശായിക്കൊന്ന് ഇമാമത്ത് നിന്നോട്ടെ? പറഞ്ഞു നിന്നോളാൻ പറഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അയാളെന്ന് പറഞ്ഞ ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യനാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ വണ്ടിക്കൂലി മുടക്കിയൊക്കെ ഇവിടെ വരെ വന്നു, എന്റെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാ, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ആകെ കണ്ട പോരായ്മ ഈണമില്ലാന്ന. യേശുദാസിനെ വിളിച്ചാൽ പോലെ നല്ലതുപോലെ പാട്ട് പാടാനുള്ള കഴിവുണ്ട്, വിളിച്ചു നിർത്തിക്കൊള്ളാം. ഇവിടെ ചിലരിങ്ങനെ ടെസ്റ്റുകൾ നടത്തുന്ന കാലമാണ്. സത്യം പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ടെസ്റ്റ് നടന്നേനെ. അല്ലാഹു നൽകുമാറാകട്ടെ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എന്താ പ്രതിഫലം എന്നറിയോ? ഈ ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ, അത് കല്ലാകട്ടെ, കമ്പാകട്ടെ, മണ്ണാകട്ടെ, മരമാകട്ടെ, ഇലയാകട്ടെ, മൃഗമാകട്ടെ, എന്തും ആകട്ടെ, ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ, ഈ വസ്തുക്കൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയും, പടച്ചവനെ, ഈ ചങ്ങാതി 27 കൊല്ലം ബാങ്ക് വിളിച്ചത് ഞങ്ങൾ കേട്ടു, പടച്ചവനെ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് ഇലകളും വൃക്ഷങ്ങളും മരങ്ങളും കല്ലുകളും മണലും തരികളും പോലും അള്ളാഹുവിനോട് സാക്ഷി പറയുമെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വനത്തിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറക്ക ബാങ്ക് വിളിക്കണേ എന്ന് നബിയനാ റസൂലുള്ളാഹി. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ള ഒരു വനത്തില, ഒരു കൊടുങ്കാട്ടിലാണ് നിങ്ങൾ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ ഉറക്ക വിളിച്ചു ആരെയാക്കാനാ? ഈ കേൾക്കുന്ന സർവ്വ ചരാചരങ്ങളും നാളെ അള്ളാഹുവിന് നിന്റെ മുമ്പിൽ സാക്ഷി പറയും. അതാണ് മഹത്തുക്കൾ പറയുന്നത്, ബാങ്ക് വിളിക്കുമ്പോ ഇബ്ലീസ് ഓടും. ഓടൂലേ? നിങ്ങളുടെ നാട്ടിൽ ഓടൂലേ? ഓടും. എന്തിനാ ഓടുന്നേ? ഈ ചങ്ങാതി ബാങ്ക് വിളിക്കുന്നത് എങ്ങാണ് ശൈത്താൻ കേട്ട അള്ളാനോട് പറയേണ്ടി വരും, ഞാനും കേട്ടു, പടച്ചവനെ സ്വർഗം കൊടുക്കണേ അള്ളാഹ്. അതുകൊണ്ടാണ് അവൻ ഇറങ്ങി ഓടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ, ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ, കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പാസ് എടുത്താലല്ലേ ബാങ്ക് വിളിക്കാൻ പറ്റും. അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് നിങ്ങൾ പേടിക്കണ്ട. സഹോദരിമാര് ചിന്തിക്കുന്നുണ്ടാകും, സിറാജ്, ഞങ്ങൾക്കൊന്നും ബാങ്ക് വിളിക്കാൻ പറ്റും. ആരാ പറഞ്ഞ ബാങ്ക് വിളിക്കാൻ പറ്റത്തില്ലെന്ന്? ബാങ്ക് വിളിക്കണമെങ്കിൽ പള്ളി വരണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ബാങ്ക് വിളിക്കണമെങ്കിൽ നിങ്ങൾ മുഅദ്ദിനാകണമെന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നിനക്കും പറയാമല്ലോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്കും പറയാമല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ
പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ പറയുന്നത് പോലെ നിനക്കും പറയാമല്ലോ, നിനക്കും പറയാമല്ലോ സഹോദരാ, നിനക്കും ആ പ്രതിഫലമുണ്ടല്ലോ. അതാണ് വല്ലാത്ത പ്രതിഫലമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മളെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോണൊന്ന് താഴെ വെക്കാൻ മനസ്സില്ല, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാ നാശമെന്താ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മുസ്ലിമേ, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ നീ പഠിച്ച ഒരു അറിവാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാത്ത പാപമാ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കല്. അവന് പടച്ചവനെ മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങൂല. അറിയാത്ത ആരാവുള്ളത്? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന്റെ ജവാബ് അതുപോലെ നീയും കൂടെ പറയ്. അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ഫോൺ വിളിയായിരിക്കും, സംസാരമായിരിക്കും. നമ്മൾ അതിന് വലിയ പരിഗണന ഒന്നും കൊടുക്കാറില്ല. അല്ലാഹു നമുക്ക് പരിഗണിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വല്ലാത്ത പ്രതിഫലമിടും, വല്ലാത്ത പ്രതിഫലം. ഒരാൾ ബാങ്ക് വിളിച്ചു, ആ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ, അതാ മഹത്വം. ആ ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദി വഅത വർസുഖനാ ശഫാഅത യൗമൽ ഖിയാമ. ആരെങ്കിലും ബാങ്ക് വിളിച്ചതിന് ശേഷം ആ ദുആ ചെയ്താൽ അവനെ ഞാൻ നാളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്നു, ഞാൻ കൊണ്ടുപോകും അവനെ സ്വർഗ്ഗത്തിൽ. ആ ബാങ്കിന്റെ ദുആ ചെയ്യുന്ന മനുഷ്യന് ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സംസാരിക്കാൻ പാടില്ല. ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് സൂക്ഷ്മത പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനായി എന്റെ കൂടെ നടക്കണമെങ്കിൽ നീ അധികമായിട്ട് സുജൂദ് ചെയ്യ്. സഹോദര, ശഅബാൻ മാസമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അലസതയും കാണിക്കരുത്. അമിതമായി നിസ്കരിക്ക്, സുന്നത്തുകൾ അധികരിപ്പിക്ക്. തറാവീഹ് ഒക്കെ വരാൻ പോകുന്നു. ജീവിതത്തിൽ മാറ്റം വരുത്ത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും അൽഹംദുലില്ലാഹ് അവരവരുടെ കയ്യിലുള്ളത് ബക്കറ്റില്ലേ? ബക്കറ്റ് കഴിഞ്ഞ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇന്ന് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതും എടുക്കണോ. അവരവരുടെ കയ്യിൽ അല്ലാഹു തന്നതാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു നഷ്ടവുമില്ല സഹോദരാ. നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല. പക്ഷേ അത് കൊടുക്കുന്നത് കൊണ്ട് നിനക്കാണ് പ്രയോജനം. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും. എത്ര ആക്സിഡന്റ് കാണുന്നവരാണ്. വഴിയിൽ നിൽക്കുന്നവന്റെ ശരീരത്തിലേക്ക് വണ്ടി വന്ന് കയറുന്ന കാലമാണ്. മക്കളെ, ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുമ്പോ അതിലൂടെ നിനക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം, പടച്ചവനെ വരാനിരിക്കുന്ന വിപത്തുകളും ദുരന്തങ്ങളും അപകടങ്ങളും എല്ലാം അല്ലാഹു തട്ടിമാറ്റുകയാണ്. മക്കളെ, മാരകമായ രോഗങ്ങളുണ്ടല്ലോ. നിനക്കറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തും. ചെറുപ്പക്കാരാ, പെങ്ങളെ, ഒരുപാട് മരുന്ന് കഴിച്ചില്ലേ പെണ്ണെ? ഉമ്മമാരേ, ഗുളിക കഴിച്ചിട്ടും എന്റെ വേദന മാറുന്നില്ല, എന്റെ രോഗം മാറുന്നില്ല പറയുന്ന ഉമ്മ, നബി തങ്ങൾ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏത് രോഗവും മാറാം മുത്തുനബി ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. ആ മരുന്ന് ഏതെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ
അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്. മോനെ, ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ സംഘാടകർ ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ സദക്ക എടുക്കുമ്പോ അല്ലാഹുവിനോട് പറയണം, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, എന്റെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും എനിക്ക് തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, പാവങ്ങൾക്കുള്ളതാ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ ഒരു നേരത്തെ അന്നമില്ലാത്തവർ, പടച്ചവനെ വിവാഹപ്രായം കഴിഞ്ഞവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, ഡയാലിസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാനാ, അല്ലാതെ വേറെ ഒരു കാര്യത്തിനുമല്ല. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്തോ, കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവൊക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അപ്പൊ ഓടിയോ? എടാ റസാഖ, ബക്കറ്റ് കൊണ്ടുപോയവരൊക്കെ എത്ര പെട്ടെന്ന് ഓടി തീർത്തോ? പതുക്കെ പോ ചങ്ങാതി, പതുക്കെ പോ. നിനക്ക് വീട് വെക്കാനൊന്നും അല്ലല്ലോ, പാവങ്ങൾക്ക് വേണ്ടിയല്ലേ. അല്ലാഹു സഹോദരങ്ങൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2:10 നിർത്താറായോ? നിർത്താറായോ? 12 മണിക്ക് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നിർത്താറായോ? ഇരിക്കുമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഇരിക്കുവോ? ഇരിക്കുവോ? എനിക്കെന്റെ 2ാമത്തെ പരിപാടി. ഒന്നും സുഖമില്ലടോ. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശുഭം നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാനിന്ന് 2ാമത്തെ പരിപാടി സത്യം പറഞ്ഞാൽ നല്ല വയ്യ, ചുമരിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മാസമായി സുഖമില്ല. 10.5 കിലോ ഞാൻ കുറഞ്ഞു. 10.5 കിലോ കുറഞ്ഞു. നല്ലപോലെ ശരീരമൊക്കെ തലകുത്തി കിടന്നിട്ട് തടി കുറഞ്ഞില്ല. പക്ഷേ ഇപ്പം അൽഹംദുലില്ലാ തടിയൊക്കെ കുറഞ്ഞു. വയ്യ, കുഴപ്പമില്ല. അല്ലാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടെ ഇരിക്കൂലേ? കൈപൊക്കിക്ക് 11 മണി വരെ. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. സ്നേഹമുണ്ടെന്ന് പറഞ്ഞ ഇരുന്നോട്ടെ. അയ്യടോ, അതുകൊണ്ടാ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടില്ല. ഒരു ഫാത്തിഹ ഓദിക്കുക. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വ ഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ കബറിടങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൈകളുടെ വിരലിങ്ങനെ ചേർത്തു പിടിച്ചു. മുത്തുനബി തന്റെ കൈയുടെ വിരലിങ്ങനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനും നാളെ സ്വർഗത്തിൽ ഇത്രയും അടുത്താണെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവിരലുകൾ ഇങ്ങനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും ഒരടിമയും നാളെ ഒരു മനുഷ്യനും ഞാനും സ്വർഗത്തിൽ ഇത്രയും അടുത്ത. അവരാരാ? അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. യതീമിനെ സ്നേഹിക്കുന്നവർ, യതീമിനെ സഹായിക്കുന്നവർ.
യതീമിന്റെ കണ്ണുനീരൊപ്പുന്നവർ ഞാനും അവരും സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യതീം നമ്മൾ ഇന്ന് പരിഗണിക്കാത്ത ഒരു വിഭാഗം. യതീമിന് വലിയ പരിഗണനയൊന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മളവരെ എന്തോ ഒരു സാധാരണ രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും മഹത്വവും നമ്മളിൽ പലരും കൊടുക്കാറില്ല. യതീമിന്റെ കണ്ണുനീര് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല ഭവനമേതാ? ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല ഭവനം യതീം ചിരിക്കുന്ന ഭവനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യതീം ചിരിക്കുന്ന ഭവനമാണ് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല ഭവനം. നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും മോശമായ വീടേതാ? ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മോശമായ വീട് കള്ളുകുടിയന്റെ വീടല്ല, വ്യഭിചരിക്കുന്നവന്റെ വീടല്ല, പലിശ തിന്നുന്നവന്റെ വീടല്ല, ശിർക്ക് ചെയ്യുന്നവന്റെ ഭവനമെന്നല്ല പറഞ്ഞത്. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മോശമായ വീടേതെന്നറിയുമോ? യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാ, യതീം കരയുന്ന വീടാ. എന്റെ പ്രിയപ്പെട്ടവരെ, യതീമിന് വല്ലാത്ത സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾക്കറിയാം, നബി തങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് നമ്മൾ അവരെ പരിഗണിക്കാറില്ലല്ലോ. യതീമായ പടച്ചവനെ ഇന്ന് ലെറ്ററും കൊടുത്തു പറഞ്ഞു വിടുകയാണ്. പള്ളിയുടെ ലെറ്ററും കൊടുത്തിട്ട് പറഞ്ഞു വിടുകയാ, ഇനി നാട് തോറും പള്ളികൾ തോറും കേറിയിറങ്ങി പിരിവെടുത്തോ, വീടുകൾ തോറും കേറിയിറങ്ങി പിരിവെടുത്തോ. യതീമാണ്, കെട്ടിക്കാൻ പൈസയില്ല, കെട്ടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരക്കാനുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് ഇന്ന് മഹല്ല് കമ്മിറ്റികൾ പറഞ്ഞു വിടുന്ന അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കും, ഇവൻ പിരിക്കാൻ അർഹതയുള്ളവനാ, യാചിക്കാനുള്ള അർഹതയുള്ളവനാ, കൊടുക്കുക എന്ന് പറഞ്ഞ് ലെറ്റർ പേഡിൽ കൊടുത്തിട്ട് ഇരക്കാൻ വിടുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പറന്ന കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്മാരെ തന്നെ ആദ്യം തല്ലണം. ഇങ്ങനെ എഴുതി കൊടുക്കുന്ന കമ്മിറ്റിക്കാരെ വേണം ആദ്യം തല്ല. അതാ പറഞ്ഞ, ചിലതിന് ഒരു വിവരവും ഇല്ല, അർഹതയുമില്ല, യോഗ്യതയില്ല, പള്ളി പരിപാലിക്കാൻ കയറിയിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നുമില്ല. എടാ, പള്ളിയുടെ ലെറ്റർ പേഡും കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പള്ളിയിൽ തന്നെ ഒരു മഹലിന്റെ ലെറ്റർ പേഡുമായിട്ട് വന്നിരിക്കുക. ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ഓൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ അള്ളാഹു വെറുതെ വിടുമെന്ന് ചോദിച്ചു. ആ പള്ളിയുടെ ലെറ്റർ പേഡും കൊണ്ട് പിരിക്കാമെന്ന ഒരു സഹോദരി, യതീമാണ്, വിധവയാണ്, എന്റെ മകളെ കെട്ടിക്കാൻ ഒന്നുമില്ല, സഹായിക്കണേ എന്ന് പറഞ്ഞ് ലെറ്റർ പേഡും കൊണ്ട് വന്ന ഞാൻ എന്ത് ചെയ്തു, ആ ലെറ്റർ പേഡിൽ എഴുതിയിരുന്ന നമ്പർ വിളിച്ചു. സെക്രട്ടറിയുടെ നമ്പരായിരുന്നു. ഞാൻ ചോദിച്ചു, നിന്നെ പടച്ച റബ്ബ് വെറുതെ വിടുവോ എന്ന്. അങ്ങനെ എഴുതി കൊടുത്തു വിടുന്ന ഒരുപാട് പേരുണ്ടോ. അങ്ങനെ ചെയ്യുന്ന അതാണ് ഒരു യതീമിന്റെ വില. എനിക്കറിയാഞ്ഞിട്ടാ. അള്ളാഹു മഹല്ല് കമ്മിറ്റികൾക്ക് അള്ളാഹു ബോധം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പള്ളി പരിപാലിക്കുന്നവർക്ക് അള്ളാഹു ബോധം കൊടുക്കുമാറാകട്ടെ. ബോധമൊന്നുമില്ല, കയറിയിരിക്കണം, കസേരയിലിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അധികാരമൊക്കെ ഒന്ന് കിട്ടണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ കസേരയ്ക്ക്. എന്താണെന്നറിയില്ല, മനുഷ്യന്മാർക്ക് അതിനോട് വല്ലാത്ത ആർത്തിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇലക്ഷനൊക്കെയാണ്. അൽഹംദുലില്ലാ. ആരാക്കാ പ്രസിഡന്റ് ആകേണ്ടത്, ആർക്കാ സെക്രട്ടറി ആകേണ്ടത് പോയി അയക്കോ. നിങ്ങൾ ഒരൊറ്റ മനുഷ്യനും ഇലക്ഷനും വോട്ടിനൊന്നും നിന്നേക്കരുത്. പടച്ച റബ്ബ് നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ആർക്കാ പ്രസിഡന്റ് ആകണ്ടേ, നീ പോയി അയക്കോ. ആർക്കാ സെക്രട്ടറി ആകണ്ടേ, നീ പോയി അയക്കോ. എനിക്ക് വയ്യ. ഒരിക്കലും ഇലക്ഷൻ നടത്താനോ ഒന്നും നിങ്ങൾ തയ്യാറാകരുത്. അവനെ ഓടിച്ചേക്കണം ഇവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കടോ, ഇന്ന് ഞാനൊരു പള്ളിയുടെ മുമ്പിൽ ഒരു ഫ്ലെക്സ് കണ്ടു, 32 സ്ഥാനാർത്ഥികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ഇത്ര ആളില്ല. ഇങ്ങനെയൊക്കെ മത്സരിക്കുന്ന ഒരവസ്ഥ എന്താണെന്നറിയില്ല. ശമ്പളവും ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ ഇവർക്ക് ഇത്രയും ആഗ്രഹം, ഇത്ര ആർത്തി? അടിയും കുത്തും ബഹളവും പള്ളി കമ്മിറ്റി കയറാൻ വേണ്ടി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടുള്ള ആൾക്കാരോട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകണം. മോനെ എനിക്ക് വയ്യടാ, വേറെ ആരെങ്കിലും പോയി പറ. പണ്ടുള്ള ആൾക്കാരോട് പറയും, നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണമെന്ന്. എല്ലാരും പറയുമ്പോ ആ പിതാവ് പറയും, എനിക്ക് അർഹത ഒന്നുമില്ല, വേറെ ആരെങ്കിലും പോയി നോക്കിക്കോ, ഞാനില്ല. ഇന്ന് അങ്ങനല്ല. പള്ളി കമ്മിറ്റിക്കാർ പൈസ കൊടുത്തിട്ട് പറയും, അളിയാ പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ നീ കൈവെക്കണേന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പറയും, പൊതുയോഗത്തിൽ കൈവെക്കണം, ആളെ നിർത്തിയിരിക്കുക. അതാ ഇന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ പള്ളി എന്താണെന്നും അറിയത്തില്ല, അമാനത്ത് എന്താണെന്നും അറിയത്തില്ല.
എടാ പണ്ടുള്ള ആൾക്കാർ പള്ളി വരുമ്പോ പള്ളിയുടെ ഗേറ്റിന്റെ പുറത്ത് വെച്ച് ചെരുപ്പൂരും കൈ പിടിക്കും. എന്നിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഗേറ്റിന്റെ അവിടെ വെച്ച് ചെരുപ്പിടും പോകും. എന്തേ വാപ്പ നിങ്ങളിങ്ങനെ കയ്യിൽ ചെരുപ്പും പിടിച്ചിട്ട് വരുന്നേ? അപ്പൊ ഉപ്പമാര് പറയും, ഈ പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി അതെടുത്ത് പുറത്തു കൊണ്ടിട്ടാൽ അള്ളാഹു ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ചെരുപ്പ് ധരിക്കാത്ത. പള്ളിയിലെ മണ്ണ് അള്ളാടതല്ലേ, ആ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി അത് കൊണ്ടുവന്ന് റോഡിലിട്ടാ പുറത്തിട്ടാ അള്ളാഹു ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്ന ചെരുപ്പ്. ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന് മൂക്കുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ, ഉണ്ടോ? എന്തിനാ മൂക്ക് വെട്ടുന്നത്? ചങ്ങലയെ കെട്ടിയിട്ടിരിക്കുക കപ്പ്. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിയുമ്പോ ഇങ്ങനെ തിരയ, എന്റെ ചെരുപ്പ് എന്തേ അല്ല, എന്റെ ചെരുപ്പ് എന്തേ അല്ല. ഹജ്ജ് ചെയ്തിട്ട് ഇറങ്ങിയതാ, കൊണ്ടുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവസ്ഥ ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ലോ, ചിന്തിക്കാൻ പറഞ്ഞതാണ്. ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങൾ ആരെ അറിയില്ല, ഞാൻ പറയുന്നത് സഹോദര മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക ഉമർതങ്ങള്. അപ്പൊ ഒരു കുടുംബക്കാരൻ വന്നു. ഒരു കുടുംബക്കാരൻ കയറി വന്നിട്ട് ഉമർതങ്ങളുടെ റൂമിന്റെ അകത്ത് വന്നിട്ട് ഇയാളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇറങ്ങി പോണേ ഇല്ല. ഒരുപാട് സമയമായിട്ട് ഇയാളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇറങ്ങി പോകുന്നില്ല. ഉടനെ ഉമർതങ്ങൾ എന്ത് ചെയ്തു? കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങ് അണച്ചു. ഇയാളെങ്ങിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തിനാ എന്നെ കളിയാക്കുന്നോ, പരിഹസിക്കുന്നോ? എന്തിനാ ഉമർ നീ വിളക്കണച്ച്? ഉമർതങ്ങളുടെ മുമ്പിൽ കിടന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ചൂടാകാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഹോദര, ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയല്ലത്, എന്റെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയല്ല ഈ കത്തിച്ചു വെച്ചിരിക്കുന്നത്, ബൈത്തുൽ മാലിലെ പൈസ കൊടുത്തു വാങ്ങിച്ചതാ. നീ കുടുംബകാര്യം പറയുന്ന സമയത്ത് ഈ വിളക്ക് ഞാൻ കത്തിച്ചു വെച്ച അള്ളാഹുടെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എടാ പള്ളിയിലെ സെക്രട്ടറി കമ്മിറ്റി ഓഫീസിൽ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാ കൂട്ടുകാരൻ കയറി വന്നു, കല്യാണം വിളിക്കാൻ വന്നതാ. ഓൻ അങ്ങോട്ട് വന്നിരുന്നിട്ട് കല്യാണം വിളിച്ചു. എവിടെ നിന്നാടാ സ്വർണം എടുക്കുന്നത്? ആരാടാ ഭക്ഷണം വെക്കുന്നത്? ഏത് ആഡിറ്റോറിയവാ? ഇവ ഇറങ്ങി പോണില്ല, ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണമെന്നാ ഈ പറഞ്ഞതിനർത്ഥം. ഓഫാക്കോ? ഓഫാക്കോ? നീ എന്തേ വിചാരിച്ച് അത് കറങ്ങുന്ന കസേരയാണെന്ന്? അല്ല കാക്ക, തീക്കട്ടയുടെ മുകളിലാ നീ കയറിയിരിക്കുന്ന, സൂക്ഷിച്ചോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്നേഹം കൊണ്ട് വല്ലാഹി ഞാൻ നിങ്ങളോട് പറയുകയാ, ഒരാളും അതിനകത്തിരിക്കാൻ ആഗ്രഹിക്കരുത്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരാളും ആ സീറ്റിലിരിക്കാൻ ആഗ്രഹിക്കരുത്. ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞ ഇന്നിതെല്ലാം കൂടെ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരെണ്ണത്തെ മത്സരിക്കാനുമില്ല, കമ്മിറ്റിയാവാനുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്രയും സൂക്ഷ്മത പുലർത്തേണ്ട കാര്യമാണ് പള്ളി. അല്ലാതെ നിസ്സാരമല്ല. പടച്ച റബ്ബ് ഒരെണ്ണത്തെയും വെറുതെ വിടൂല. നിങ്ങൾ വിചാരിച്ച എന്തേ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അധികാരം എന്ന് പറയുന്നത് തേടി വരാനുള്ളതല്ല, തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും തേടി പോകരുത്. തേടി പോയാൽ നീ നാണം കെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നുകിൽ ജമാഅത്തിന്റെ പ്രസിഡന്റായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെ മുമ്പിൽ ഇസ്സത്തും അഭിമാനവുമുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരും പറയും നല്ല മനുഷ്യനാ, മരിച്ചാലും പറയും നല്ല മനുഷ്യനാ. നിനക്കൊരു സ്ഥാനമുണ്ടാകും, ഒരാദരവുണ്ടാകും, ഒരു ബഹുമാനമുണ്ടാകും. ഇല്ലെങ്കിൽ തലയിൽ തുണിയിട്ട് നാണം കെട്ടിറങ്ങിപ്പോകേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് അധികാരം. ഒന്നുകിൽ നിനക്ക് അള്ളാഹു ഇസ്സത്ത് തരും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരെ, എനിക്ക് ഒറ്റ പ്രസിഡന്റോ പ്രസിഡന്റോ ആരുമാകട്ടെ, എനിക്ക് പിന്നെ ആരും അറിയില്ല. ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോ അങ്ങ് പറഞ്ഞു പോയതാ. അള്ളാഹു അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. പള്ളി നല്ല നിലയിൽ ആരാപ്പ 30 കൊല്ലമായിട്ട് സെക്രട്ടറി. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അള്ളാഹു ഇപ്പൊ ഇവിടെ ആർക്കും ആഗ്രഹമൊന്നുമില്ല എന്ന് മനസ്സിലായി. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.
അള്ളാഹു പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും എഴുതി കൊടുത്തു വിടരുത്. അങ്ങനെ പിരിക്കാൻ പറഞ്ഞു വിടേണ്ടവരല്ല യതീം. ആ യതീം ആരാ? ആ യതീമിന്റെ വില എന്താ? എടാ, യതീമിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നീ നാളെ തേടിപ്പോകും. ഒരു യതീമായ കുട്ടിയുടെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ വീട് തേടി വരലല്ല, നാളെ നീ പോവുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നാളെ നിങ്ങൾ യതീമിനെ തെരഞ്ഞു പോകണേ. നിങ്ങൾ നാളെ യതീമിനെ തേടി പോകണേ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? യതീമിന്റെ മഹത്വം പറഞ്ഞു തരാ, യതീമിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തരാ. അവരെ എഴുതി തള്ളപ്പെണ്ടവരല്ല, നിസാരമായി കാണേണ്ടവരല്ല. അവരെ നീയാണ് തേടി പോകേണ്ടത്. അവരുള്ള വീട്ടിൽ നീ പോകണം. ചെറുപ്പക്കാരാ, പെങ്ങളെ, കുടുംബത്തിലെ യതീമായ മക്കൾ ഏത് വീട്ടിലുണ്ടോ? നാളെ നേരം വെളുത്താ പോകണേ. നാളെ നേരം വെളുത്താ പോകണേ. പ്രതിഫലം എന്താണെന്നറിയുമോ? മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി വീട്ടിലേക്ക് വരുമ്പോ തുള്ളി ചാടിക്കൊണ്ടാണ് വരുന്നത്. സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് നിസ്കാരം കഴിഞ്ഞ് കടന്നു വരികയാണ്. അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ, അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ് നബിയുടെ മുമ്പിൽ നിന്ന് തുള്ളിച്ചാടി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു, ഈ ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫറേ? അസ്മാ എന്ന് പറയുന്ന ഭാര്യയോട് പറയുന്നു, എടി അസ്മാ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അള്ളാന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി. ആ സന്തോഷത്തിലാണ് ജൗഫർ തുള്ളിച്ചാടിക്കൊണ്ട് കടന്നു വന്നത്. നേരം വെളുത്ത യുദ്ധത്തിന് പോവുകയാണ്. ഭാര്യയെല്ലാം തയ്യാറാക്കി കൊടുത്തു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസം ഭാര്യയോട് യാത്ര പറയുകയാണ്, മക്കളോട് യാത്ര പറയുകയാണ്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവൾക്ക് ചുംബനം കൊടുക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനറിയാ തിരിച്ചു വരില്ലെന്ന്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, അല്ലാഹുവിന്റെ റസൂലും മരണം നേരത്തെ പറഞ്ഞടോ. നബിതങ്ങൾ മരണം നേരത്തെ പറഞ്ഞ യുദ്ധമാണ്. സഹാബത്തിനോട് പറഞ്ഞു, നീയാണ് അമീർ. ഒരു സഹാബിയോട് പറഞ്ഞു, നീയാണ് ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത്. ഒന്നാമത്തെ നേതാവ് നീയാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു, നീയാണ് കൊടി പിടിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറേ, മൂന്നാമത്തെ അമീർ നീയാണ്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സ്വഹാബാ. ഈ പറഞ്ഞതിനർത്ഥം ഒന്നാമത് നീയ്, രണ്ടാമത് നീയ്, മൂന്നാമത് നീയ്, 3 പേരും മരിക്കുമെന്ന് നബിതങ്ങൾ പറയാതെ പറഞ്ഞടോ. ആ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് യാത്ര പറഞ്ഞിട്ട് പടച്ചവനെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. രണ്ടാമത്തെ സ്വഹാബി കുടിപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ നേതാവും മുത്തുനബി പറഞ്ഞതുപോലെ വീഴുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ കൊടിയെടുക്കുകയാണ്. ഒരു കയ്യിൽ വാളും മറുകൈയിൽ കൊടിയും പിടിച്ചുകൊണ്ട് രണാങ്കണത്തിലേക്ക് പാഞ്ഞു കയറുമ്പോ ഇടത് കൈയങ്ങ് വെട്ടിമുറിക്കുകയാ. കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടിയെടുക്കുകയാണ്. വലത് കൈ കൊണ്ട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോ വലത് കൈയും വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. 2 കൈയും മുറിച്ചിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും വല്ലാത്ത പേടിയിലായി. 3 നേതാക്കന്മാരും വീഴുകയാണ്. ജൗഫർ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ആ താഴെ വീണ കൊടിയെടുത്തന്റെ നെഞ്ചത്ത് വെക്ക്. അറ്റുപോയ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്തു പിടിക്കുകയാണ്. ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ,
സ്വർഗം വേണ്ടവരെന്റെ കൂടെ വാ സഹാബ. രണാങ്കണത്തിലേക്ക് പാഞ്ഞു കയറി ജൗഫർ തങ്ങൾ വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. സഹോദരാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് യുദ്ധം ഏറ്റെടുക്കുകയാണ്. അവസാനം അവിടുന്ന് യുദ്ധം വിജയിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, എന്റെ ജൗഫർ ഷഹീദായി. സഹാബത്ത് മുഴുവനും കേൾക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തേ, ജൗഫറിന്റെ കുടുംബത്തോട് പറയണമല്ലോ, മരണവാർത്ത ഭാര്യയോട് അറിയിക്കണമല്ലോ. അതുകൊണ്ട് ആരാ പോകുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നതാരാട്? ഒരാൾ പോലും അനങ്ങുന്നില്ല, ഒരാൾ പോലും തയ്യാറാകുന്നില്ല. നബി തങ്ങൾ രണ്ടാമതും ചോദിക്കുന്നു, സ്വഹാബാ, ആരാ പോകുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നതാരാ? ഒരു സ്വഹാബിയും മിണ്ടുന്നില്ല. എന്തുപറ്റി സഹാബ? എന്തുപറ്റി സ്വഹാബ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ധൈര്യമില്ല നബിയേ, ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. കാരണം ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ അസ്മാഇന്റെ പ്രായം 19 വയസ്സാണ് പെങ്ങളെ. 19 വയസ്സേ ഉള്ള അസ്മാഇന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളാണ് ജൗഫർ തങ്ങൾക്ക്. ആ മക്കളോട്, ആ ഭാര്യയോട് നിങ്ങളുടെ വാപ്പ മരിച്ചു പോയെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. അതുകൊണ്ടാണ് നബിയേ സ്വഹാബത്ത് അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്തായാലും പറയണമല്ലോ, നമുക്കൊരുമിച്ച് പോകാം, നമുക്കൊരുമിച്ച് പോകാം. അങ്ങനെ നബി തങ്ങളും സ്വഹാബത്തും അവിടെന്ന് പോവുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് മരണവാർത്ത പറയാൻ പോകുമ്പോ ഉമ്മമാരേ, ജൗഫറിന്റെ വീട്ടിലെ അവസ്ഥ എന്തെന്നറിയുമോ? 3 മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണ്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആൺമക്കളെ കുളിപ്പിച്ച് ഒരുക്കി വീടിന്റെ മുറ്റത്ത് നിർത്തിവച്ചിരിക്കുകയാണ്. ഗൾഫിൽ പോയി 2 കൊല്ലം കഴിഞ്ഞ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ മക്കളെ കാണാൻ കുളിപ്പിച്ച് ഒരുക്കി നിർത്തുന്നത് പോലെ യുദ്ധം കഴിഞ്ഞു വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്റെ പൊന്നാര മക്കളെ കാണാ വീടിന്റെ മുമ്പിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ. ആ 19 വയസ്സുകാരി തന്റെ വീടിന്റെ അകത്ത് തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. അതാണ് വീടിന്റെ അവസ്ഥ. നബി തങ്ങളും സ്വഹാബത്തും വരുന്നത് കണ്ടപ്പോ ജൗഫർ തങ്ങളുടെ മക്കള് പറയുന്ന, ഉമ്മ, അല്ലാഹുവിന്റെ റസൂലും വാപ്പയും വരുന്നുമ്മ. വാപ്പ നബി തങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു നബി തങ്ങളും വാപ്പയും വരുന്നുമ്മ. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളുണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു മുസാഫഹത്ത് ചെയ്യുകയാണ്. ആ മക്കൾ അവിടുന്ന് ചുംബിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തിരയുകയാണ്, ഞങ്ങളുടെ വാപ്പ എവിടെ, ഞങ്ങളുടെ വാപ്പ എവിടെ? ജൗഫർ തങ്ങളുടെ മക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വന്ന സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. വാപ്പയെ കാണാതെ വന്നപ്പോ ജൗഫർ തങ്ങളുടെ മകൻ ചോദിക്കുന്നു, നബിയേ, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ആ പിഞ്ചുമക്കളോട് എന്തു പറയാരാ? ആ പിഞ്ചുമക്കളോട് എന്തു പറയാരാ? നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ, നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. ഈ 3 മക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അല്ലാഹുവിന്റെ റസൂല് 3 മക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. നബി തങ്ങള് കരയുകയാണ്, നബി തങ്ങള് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ
ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബ, എന്റെ ജൗഫറിന്റെ മക്കളെ സ്നേഹിക്ക് സ്വഹാബ. യതീമായ മക്കളെ കിട്ടിയപ്പോ അല്ലാഹുവേ സ്വഹാബത്ത് മത്സരിക്കുകയാണ്. ഒരു ചുംബനം കൊടുക്കാൻ, ആ മക്കളെ ഒന്ന് സ്നേഹിക്കാൻ, ആ മക്കളുടെ തലയിലൊന്ന് കൈവക്കാൻ സ്വഹാബത്ത് മത്സരിക്കുകയാണ്. സ്വഹാബത്ത് മത്സരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇന്ന് കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അവരെ അവഗണിക്കുകയാണ്, അവരെ കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് നബി തങ്ങളുടെ സ്വഹാബത്ത് ചുംബനം കൊടുത്തതെന്നറിയോ? അവരുടെ തലയിലൊന്ന് കൈവക്കാർ, യതീമായ മക്കളുടെ തലയൊന്ന് കൈവക്കാർ അവര് മത്സരിച്ചതിന്റെ കാരണം എന്തെന്നറിയുവോ? പാപം ചെയ്യാത്ത ആരുമില്ലടോ. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ എത്ര വലിയ പാവിയാവാപ്പാ, നീ എത്ര വലിയ പാവിയാ ചെറുപ്പക്കാരാ മോനെ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്കുണ്ടോ? ഒന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 11 മണി വരെ ചെയ്ത പാപത്തിന്റെ കണക്കെടുക്കാൻ നിനക്ക് കഴിയുമോ ചെറുപ്പക്കാരാ? കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈകൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഇന്നത്തെ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് പാപം ചെയ്ത കുടുംബ അപരാധിയാണ് നീ. എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപം? എവിടെ കൊണ്ട് കഴുകാരാ? ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കാരാ? പാപം പൊറുക്കണോ പോരെ? ലക്ഷങ്ങളെ ചെലവഴിച്ചു മക്കത്ത് പോയാ ഹജറുൽ അസ്വദ് മുത്തിയ പാപം പൊറുക്കുമല്ലോ. പക്ഷേ മുത്താൻ അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കണോ? ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ ഉമ്മമാരേ, നിന്റെ പാപം കഴുകിക്കളയാ ഒരു എളുപ്പ വഴി സിറാജ് പറഞ്ഞു തരാ. എന്താണ് എളുപ്പ വഴി എന്നറിയുമോ? യതീമിന്റെ തലയിൽ കൈവക്കലാ. യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകടേ ചെറുപ്പക്കാരാ. ഉമ്മമാരേ, യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തടകടേ. എത്ര രോമമാണോ, എത്ര രോമമാണോ യതീമിന്റെ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത്? ആ യതീമായ മക്കളുടെ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫോട്ടോ എടുക്കാനല്ല, ഫേസ്ബുക്കിൽ ഇടാനല്ല, നാട്ടുകാര് കാണാനല്ല. യതീമായ മക്കളുടെ തലയിൽ ഇങ്ങനെ തടകണം. മോനെ പേടിക്കണ്ടടാ, ഞങ്ങളുണ്ടടാ പൊന്നുമോനെ. എന്റെ പൊന്നുമോൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പില്ലേ? യതീമായ മക്കളുടെ തലയിൽ ഇങ്ങനെ തലോടിയാല് എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് സ്വഹാബത്ത് മത്സരിച്ചത്. അവരുടെ പാപം പൊറുക്കാൻ, അവരുടെ പാപം പൊറുക്കാ. തെരഞ്ഞു പോകങ്ങളെ, എന്തിനാ? നിന്റെ കൂടപ്പറപ്പിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ യതീമായ മക്കളുണ്ട്. കണ്ണുനീര് കുടിപ്പിച്ചില്ലേ? തിരിഞ്ഞു നോക്കിയില്ലല്ലോ. നിന്റെ കൂടപ്പറപ്പിന്റെ മക്കളായിരുന്നില്ലേ? മറന്നുപോയില്ലേ സഹോദരാ? ആ മക്കളുടെ കണ്ണുനീര് നിനക്ക് ശാപമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അവരെ നിങ്ങൾ സ്നേഹിക്ക്, അവരെ നിങ്ങൾ ആദരിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും 3 മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് സ്നേഹിക്കുന്നത് കണ്ടപ്പോ ആ 19 വയസ്സുകാരിക്ക് കാര്യം മനസ്സിലാവുകയാണ്. ആ 19 വയസ്സുകാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അസ്മാ,
അവിടെന്ന് പറഞ്ഞു ജൗഫർ ഷഹീദായ സുമാ. നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞപ്പോ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ആ 19 വയസ്സുകാരിയുടെ പ്രതികരണം എന്താ? നിലവിളിയാണോ? ബോധം കെട്ട് താഴെ വീഴുകയാണോ? നെഞ്ചത്തടിക്കുകയാണോ? എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പോ ആ 19 വയസ്സുള്ള പെണ്ണിന്റെ വീടിന്റെ അകത്ത് നിന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു 19 വയസ്സുള്ള ഭാര്യ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. എന്താണ് സുമാ? എന്താണ് സുമാ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? വല്ലാത്ത ഒരു ചോദ്യമാ പെങ്ങള്, വല്ലാത്ത ഒരു ചോദ്യമാ പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, അസ്മാ, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? എന്തേ അസ്മാ നീ അങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എന്റെ മടിയറയിൽ കിടക്കുമ്പോ, ഞങ്ങള് മൈഡിന്റെ റൂമിന്റെ അകത്തും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ ഭർത്താവ് തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അസ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് അവിടെന്ന് പറഞ്ഞു, അസ്മാ, എനിക്ക് വല്ലാത്ത ഒരാഗ്രഹമുണ്ട് സുമാ, എനിക്ക് വല്ലാത്ത ഒരു മോഹമുണ്ട് സുമാ. എന്താണ് ആഗ്രഹമെന്നറിയോ? എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. ഇതെന്റെ ആഗ്രഹമാ സുമാ. നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുവോ? നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഉസ്മാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, എങ്കിലും ദുആ ചെയ്യ ഉസ്മാ. ഭർത്താവ് തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് പറയുകയാണ്, എന്റെ ആഗ്രഹം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എവിടെ കിടന്നു മരിച്ചാലും നോമ്പുകാരനായി മരിക്കണം, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉസ്മാ റളിയല്ലാഹു തആല അൻഹു റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബേ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ ചോദിച്ചു സ്വഹാബത്തിനോട്, ജൗഫർ മരിച്ചത് എങ്ങനെയാ സഹാബ? ജൗഫർ മരിച്ചത് എങ്ങനെയാ സഹാബ? യാ റസൂലല്ലാഹ്, രണാങ്കണത്തിൽ പോയി കിടക്കുകയാണ്, കൈയില്ല, കാലില്ല, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി, കൈകാലുകളില്ലാതെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായി ഓടിച്ചെന്നു, ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഓടിച്ചെന്നു. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ജൗഫർ തങ്ങൾ തലതിരിച്ചു, എന്നിട്ട് പറഞ്ഞു, സ്വഹാബി, എനിക്കിന്ന് നോമ്പാണ്, എനിക്കിന്ന് നോമ്പാണ്, എനിക്ക് നോമ്പുകാരനായി മരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. ഞാൻ എത്ര കിടന്നു പിടഞ്ഞാലും നിങ്ങൾ എനിക്ക് വെള്ളം തരരുത്, ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി കിടന്നു മരിക്കട്ടെ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് മുറിക്കാനുള്ള നോമ്പാട്. ഇങ്ങനെ ഒരവസരം എന്റെ റബ്ബ് തന്നതെന്റെ ഭാര്യയുടെ ദുആയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് വാങ്ങി തന്ന ഒരു മരണമാണ്. ഇതെന്റെ ഭാര്യ തന്ന സമ്മാനമാണ്. അതുകൊണ്ട് എത്ര ചോദിച്ചാലും നിങ്ങൾ എനിക്ക് വെള്ളം തരരുത്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവസാനം നോമ്പുകാരനായിട്ടാണ് മരണപ്പെടുന്നത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 19 വയസ്സുള്ള പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, റഅയ്തു ജൗഫറ മലക്കൈനി യതീറു മഅൽ മലായിക, നിന്റെ ഭർത്താവ് പറവകളെ പോലെ പറന്നു പോകുന്നു അസ്മാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറവകളെ പോലെ പറക്കുന്നത് ഞാൻ കാണുന്നു സ്വഹാബ. നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് 2 പാഠമാണ്. ഒന്ന്, യതീമിന്റെ തലയിൽ കൈവച്ചോ വാപ്പാ, ജീവിതകാലം മുഴുവനും ചെയ്ത പാപം പൊറുക്കും ഉപ്പാ. സ്നേഹിക്ക
വാപ്പാ, സ്നേഹിക്കൂ വാപ്പാ. നാളെ നേരം വെളുത്താ ഇറങ്ങിക്കോ, നാളെ നേരം വെളുത്താൽ ഇറങ്ങിക്കോ. യതീമായ മക്കളുള്ള വീട് തെരഞ്ഞു നടന്നോ, നിന്റെ പാപം കഴുകിക്കോ. അല്ലാഹുവേ, സ്നേഹിക്കാനുള്ള മനസ്സു തരണേ അല്ലാ. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. നബി തങ്ങൾ ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ മാസത്തിലാണ് നബി തങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചത്. മക്കളെ, വല്ലാത്ത പ്രതിഫലമാ ശഅബാൻ മാസത്തിലെ നോമ്പിന്, വല്ലാത്ത പ്രതിഫലമാ. പടച്ചവനെ, ജൗഫർ തങ്ങളെ മലക്കുകളെ സ്നേഹിക്കാറുള്ള കാരണം നോമ്പ് പിടിച്ചത് കൊണ്ടാ. അതുകൊണ്ട് പറയുന്നു, ശഅബാൻ മാസമാണ്. ബറാഅത്തിരാവ് കടന്നു വരികയാണ്. ശഅബാൻ പകുതി 15 കടന്നു വരികയാണ്. നോമ്പ് പിടിക്കണേ. കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ ഒരുപാട് നോമ്പുകളുണ്ടല്ലോ, എല്ലാം ഖളാ വീട്ടണ്ടേ പെങ്ങള്. ചെറുപ്പക്കാരാ, നോമ്പ് പിടിക്കടാ. മോനെ, നീ രാവിലെ തടി കുറയ്ക്കാൻ ജിമ്മില് പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, മോനെ, നിന്റെ ശരീരത്തിന്റെ തടി കുറയ്ക്കണോ, കൊഴുപ്പ് കുറയ്ക്കണോ? നോമ്പ് പിടിച്ചാ പോരെ മോരെ, എന്തിനാ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? സഹോദരിമാർക്ക് മുഴുവനും ജിമ്മിൽ പോകാൻ കൊതിയാണല്ലോ. നോമ്പ് പിടിച്ചാ പോരെ ഉമ്മ, നീ പറയുന്നത് നിന്റെ ശരീരം അനുസരിക്കുമല്ലോ. അതുകൊണ്ട് ശഅബാൻ മാസമാണ്. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇത് നബി തങ്ങൾ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ്. മക്കളെ, ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ്. അതുകൊണ്ട് നിങ്ങൾ മറക്കല്ലേ, ജീവിതത്തിൽ മാറ്റം വരുത്തണേ, അല്ലാഹുവോട് തൗബ ചെയ്യണേ, നന്നാകണേ, റമദാനിലേക്ക് ആയുസ് നീട്ടിത്തരാ, റബ്ബിനോട് ദുആ ചെയ്യണേ. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, അന വകാഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. ഞാനും യതീമിനെ സ്നേഹിച്ചവനും നാളെ സ്വർഗ്ഗത്തിൽ ഇത്രത്തോളം അടുത്താണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യതീമിനെ സ്നേഹിച്ചവർ നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ അടുക്കൽ എത്രയും